കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അനുവിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടത്തുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൊച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, അടിമുടി ദുരൂഹതകളുണ്ട് അനുവിന്റെ മരണത്തിൽ. ഇപ്പോൾ ഈ കൊലപാതകമാണ് എന്നൊരു സംശയം അത് എന്തുകൊണ്ട് ബലപ്പെടുന്നു? ഒപ്പം ഈ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? പ്രജിൻ, അനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിക്കാനുള്ള കാരണം. അനുവിന്റെ ശരീരത്ത് മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം അനുവിന്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷണം പോയതായും കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ഒരു ബൈക്കിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ബൈക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നു ുണ്ടെങ്കിൽ പേരാമ്പ്ര പോലീസിൽ വിവരങ്ങൾ നൽകണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതോടൊപ്പം അനുവിന്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവ വിൽക്കാൻ എത്തിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നാണ് ഇപ്പോൾ പോലീസ് വിട്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷണത്തിനിടയിൽ കൊലപാതകം നടന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. 2 ദിവസം കൂടി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ ആവശ്യമാണെന്നാണ് പേരാമ്പ്ര ഡിവൈഎസ്പി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അനുവിനെ സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ തോട്ടിൽ മുട്ടപ്പം മാത്രമാണ് വെള്ളമുള്ളത്. ഈ മുട്ടപ്പം വെള്ളമുള്ള തോട്ടിൽ എങ്ങനെ മുങ്ങി മരിക്കുമെന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പ്രജിൻ, ശരി രാഹുൽ, എന്തായാലും പേരാമ്പ്രയിലെ അനുവിന്റെ മരണം അത് സ്വാഭാവികമായും ഒരു സ്വാഭാവിക മരണമല്ല, അത് മുങ്ങി മരണമല്ല, അത് കൊലപാതകത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം 3 സംഘങ്ങളായി നടത്തുകയാണ് പോലീസ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.